എല്ലാ രോഗവും മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഈശോ തന്നെ പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടിൻ്റെയും അവസാനം അങ്ങേ അറ്റം എത്തുമെന്നല്ല. എല്ലാ രോഗവും മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. 2, എല്ലാ രോഗവും സുഖപ്പെടാനുള്ളതുമല്ല. എല്ലാ രോഗവും സുഖപ്പെടാനുള്ളതുമല്ല. പിന്നെയോ ചില രോഗങ്ങൾ ദൈവമഹത്വത്തിനുള്ളതാണ്. ആ വിചാരം നമുക്കുണ്ടാകണം. ഇതുണ്ടായില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും ബഹളങ്ങളും മുഴുവൻ സൗഖ്യമെന്ന ഒറ്റ ആശയത്തിലേക്കായി പോകും. അങ്ങനെയല്ല. ഈശോ തന്നെ പറഞ്ഞു, എല്ലാ രോഗവും മരണത്തിലേക്കല്ല, എല്ലാ രോഗവും മരണത്തിൽ അവസാനിക്കേണ്ടതല്ല. 2, എല്ലാ രോഗവും സൗഖ്യത്തിൽ അവസാനിക്കേണ്ടതുമല്ല. അത് ഈശോ പറഞ്ഞില്ലല്ലോ, അച്ചോ പറയാതെ പറഞ്ഞല്ലോ. എല്ലാ രോഗത്തിൻ്റെ അവസാനം സൗഖ്യമാണെങ്കിൽ കർത്താവ് പോയി സുഖപ്പെടുത്തേണ്ടതല്ല. ലാസറിനെ സുഖപ്പെടുത്തിയില്ലല്ലോ. അപ്പോൾ ഈ ക്ലാരിറ്റി കിട്ടിക്ക്, എല്ലാ രോഗത്തിൻ്റെ അവസാനം മരണമല്ല, എല്ലാ രോഗത്തിൻ്റെ അവസാനം സൗഖ്യവുമല്ല. പിന്നെയോ ചില രോഗങ്ങളുടെ അവസാനം ദൈവമഹത്വമാണ്. ദൈവമഹത്വമാണ്. നമ്മുടെ ചില സങ്കടങ്ങൾക്ക്, ചില രോഗങ്ങൾക്ക്, ചില അലച്ചിലുകൾക്ക് അവസാനം എത്തുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും സൗഖ്യം കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ സൗഖ്യം കിട്ടാത്തത് എന്ന് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ഉത്തരം ഇതാണ്: നിന്റെ രോഗം സൗഖ്യത്തിനായുള്ള രോഗമല്ല, നിന്റെ രോഗം ദൈവമഹത്വത്തിനായുള്ള രോഗമാണ്. നിന്റെ ഈ സഹനത്തിൻ്റെ അവസാനം ദൈവവും ഈശോ നാമവും മഹത്വപ്പെടാൻ പോവാണ്. അതിനുവേണ്ടി ഒരുങ്ങുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു തിരിച്ചറിവ്, അങ്ങനെ ഒരു സ്പിരിച്വൽ ഡൈമെൻഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ.